ഹായ് മച്ചാമാരെ, അപ്പോൾ എല്ലാവർക്കും ATRലേക്ക് സ്വാഗതം. അപ്പം ഞാനും ഇഷ്ടമുണ്ട് ഇപ്പോൾ വല്ലഭംകുന്നി പോകാൻ പോവുകയാണ്. വല്ലഭംകുന്ന് എന്ന് പറയുമ്പോൾ അവിടെ പാരിപ്പള്ളിക്ക് അടുത്തുള്ള പള്ളിക്കലിനടുത്തായിട്ട് വരും. ഒരു കിടിലൻ സ്ഥലമാണ് ഈ വല്ലഭംകുന്ന് എന്ന് പറയുന്നത്. ഞാനും അവനൊക്കെ ഒരു വട്ടം പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടൊക്കെ പോണവർക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവും. അത്ര കിടിലൻ സ്ഥലം. നമ്മൾ ഈ പാരിപ്പള്ളിക്ക് അടുത്ത് ഇത്രയും ഒരു കിടിലൻ സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അപ്പോൾ നമ്മളെന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ജനിച്ച് എത്തിരിക്കുകയാണ് മച്ചന്മാരെ. അപ്പോൾ ഇതിന് താഴെ കൂടെ ഉള്ള വഴിയാണ് പോകേണ്ടത്. ഈ വഴിയാണ് പോകേണ്ടുന്ന വഴി. ഈ ചടയമംഗലം റോഡ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് വീണ്ടും അവിടുന്ന് 100 മീറ്ററോളം വന്നിട്ട് ഇവിടുന്ന് വീണ്ടും താണ്ട് ഇടത്തോട്ട് ഇരിഞ്ഞ് താണ്ട് ഇങ്ങനെ പോകണം. പകൽക്കുറി റോഡെന്നങ്ങാണ്ടാണ് ഇതിന് പറയുന്നത്. ചേട്ടാ 2 ചായ. കിടിലം വ്യൂ ആണ് റോഡ് സൈഡിൽ നിന്നുള്ളത്. അങ്ങനെ നമ്മൾ വല്ലഭംകുന്ന് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ഇത് കാണുന്നില്ല, അതിന് തൊട്ടപ്പുറത്താണ് മേലോട്ടാണ് കയറിപ്പോകുന്നത്. ഇതിൻ്റെ മേളിലോട്ടാണ് കയറിപ്പോകേണ്ടത്. അതുകൊണ്ട് അങ്ങാട്ടം കയറിപ്പോകണം. ഓ, വിഷ്ണു ചാടിക്കരയൊക്കെ വരികയാണ്. എന്തോടാ വിഷ്ണു കുലുങ്ങുന്നത്? അവിടെയൊക്കെ മറന്നടിച്ച് വീഴല്ലേ? അങ്ങനെ സൂര്യാസ്തമയം കാണുകയാണ്. നമുക്ക് മേളിൽ ചെല്ലാൻ വീണ്ടും കാണാൻ തോന്നുന്നു. നമ്മളങ്ങനെ ഒരു സ്ഥലത്തെത്തിയിരിക്കണം. എങ്ങനെയുണ്ട് സ്ഥലം? നല്ലൊരു കയറ്റമുണ്ട്. മാത്രമല്ല സൈഡ് മൊത്തം കാടും പിടിച്ച് കിടക്കുകയാണ്. ചേരയെണ്ണ അങ്ങനെ ഉണ്ടോ എന്നുള്ള ആരും അറിയില്ല. ചെറിയ നടവഴിയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നിടത്ത്. ഈ നടവഴികൾ നടന്ന് നമ്മൾ തിരിച്ച് ആ ഒരു കയറ്റം കയറി അങ്ങ് മുകളിൽ പോകണം. ഇവിടെ നിന്ന് ജഡായിപ്പാറ കാണാടേ. കണ്ട സൂം ചെയ്യുമ്പം ഒരു അത്യാവശ്യം ഒരു വിധം കാണാം നമുക്ക്. കയറി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേന് വിയർത്ത് ഊപ്പാട് വന്നു. ഞാൻ ചെറുതായിട്ട് ഓടേണ്ടതായിട്ട് വന്നു. താഴെ ചെറിയൊരു കൊക്ക കണക്കുണ്ട്. ഇവിടെ വെള്ളമൊന്നും ഇല്ലടി. മുമ്പ് ഉണ്ടായിരുന്നില്ല വെള്ളമൊക്കെ. അയ്യോ, എല്ലാം വറ്റി കിടക്കുന്നതേ. ഓ, പുല്ലെല്ലാം ഉണങ്ങി കരിഞ്ഞ് കിടിലായിട്ട് കിടക്കുകയാണ്. പേടിച്ചു പഠിച്ചാൽ പോകാൻ പറ്റത്തുള്ളൂടെ. വല്ല പാമ്പെല്ലാം ഉണ്ടാകുന്നെങ്ങനെ അറിയാൻ പറ്റും. നമ്മൾ പകുതി കയറിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടാ. നോക്കിയനി കയറി തുടങ്ങിയതേ ഉള്ളൂ. കിടിലം കണ്ട. എത്രത്തോളം കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് കാണാമെന്നുണ്ട. ഇതിലൂടെ ചെറിയൊരു ആറ് ഒഴുകുന്നുണ്ട്. ഇതാണ് വട്ടത്തിലാറെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇവിടെ തന്നെ ഇവിടെ മയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. താണ്ട് ഈ വൃക്ഷത്തിനിടയിൽ കൂടെ നമ്മളെ സൂര്യൻ നോക്കിയാണ്. സൂര്യൻ മുകളിൽ, വിഷ്ണു താഴെ. വഴിയൊക്കെ അടഞ്ഞാടാ വിഷ്ണു. വഴിയൊന്നും കാണുന്നില്ലടേ. മഴ സമയത്താണ് വരുന്നെങ്കിൽ നല്ല കിടിലാണ്. ഈ പോച്ചയെല്ലാം നല്ല തളിർത്ത് ഇതിപ്പോൾ എല്ലാം ഉണങ്ങി കരിഞ്ഞിരിക്കുക. നല്ല കാറ്റ് വേണം ചില സമയങ്ങളിലൊക്കെ. ഇതുണ്ട് ഓരോ കല്ലുകളൊക്കെ മുഴച്ചു വെച്ചിരിക്കുന്ന നോക്കിയാണ്. ഇനി അങ്ങോട്ട് കുറച്ച് പറങ്ങാങ്കാടാണ്. വാവ്, പൊളി സ്ഥലം. രാവിലെ ഒരു 6 മണിക്കൊക്കെ വന്ന് ഇരുന്നാണ്ടല്ലേ, വേറെ ഒരു രക്ഷയില്ല. ഇതുണ്ട് ആ അരുവി ഒഴുകി ഇങ്ങനെ പോകണുണ്ട്. അതുകൊണ്ട് പോകണം. പറങ്കാങ്കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഉള്ള പോക്കാണ് നമ്മൾ. വഴിയൊക്കെ ഉണ്ട്. ചെറിയ വഴി. ഇതങ്ങോട്ട് കയറി ചെല്ലാൻ പിന്നെ ഒരു കുന്നാണ്. രാവിലെ കുടങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ വന്നിരുന്നാൽ സൂപ്പറാണ്. ഇപ്പോൾ ആരും കാണുന്നില്ല. ഇതിന് വർക്കിൻ്റെ ആയതുകൊണ്ടാണോ എന്തോ. ഓ,
ഒരു ഓന്തണ്ണം പോണ്. ചാടി പുറത്തോടെയാണ് വീഴുന്നതെന്തോ. അങ്ങ് അകത്തോട്ട് കയറിപ്പോയി. ഇനി ഇതും കഴിഞ്ഞ് ഞങ്ങൾ വണ്ടേ ചെല്ലുമ്പോഴാണ് അടുത്ത വ്യൂ പോയിന്റ് വരുന്നത്. വിഷ്ണു കയറി പോകണം നോക്കിയാണ്. ഓ, ഞാൻ തളർന്നതാണ് നേച്ചേരി ഇവിടെ നിൽക്കുക റെസ്റ്റ്. അങ്ങ് മണ്ട എത്തി നോക്കിയാണ്. അവ അങ്ങ് ഉച്ച മണ്ട എത്തി. വിഷ്ണു വിയർത്തടേ. ഇപ്പം ചൂട് സമയമായതുകൊണ്ടേ പാടാൻ. രാവിലെയൊക്കെ വന്നാൽ തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. വൈകുന്നേരം ആയതുകൊണ്ട് കല്ലും പഴുത്ത് കിടക്കുന്ന കട്ടിയുള്ള ഉടുപ്പും. നമ്മൾ ടോപ്പ് എത്തുന്നതിന് മുമ്പുള്ള വ്യൂ ആണ്. കണ്ട, ഒരുപെട്ട ആളുകൾക്ക് ഇവിടെ അറിഞ്ഞുകൂടാ. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അല്ല മഞ്ഞാണാടാ. ഇവിടെയൊക്കെ പുല്ലൊക്കെ തീ പിടിച്ചാടാ. തീയൊക്കെ കത്തി കിടക്കുന്നത്. നമ്മളങ്ങനെ നടന്ന് ഏറ്റവും ടോപ്പിലെത്താറായി. ഇനി ഉമ്മണിക്കൂടെ നടന്നാൽ മതി, ടോപ്പിലെത്തും. കുറച്ച് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം താഴോട്ട് പോവാം. കഷ്ടകാലത്തിന് വെള്ളം എടുത്തില്ല. വിഷ്ണു ക്ഷീണിച്ചാ? സോഡ കാര്യങ്ങളെല്ലാം വേണോ? കണ്ട ഇവിടെയൊക്കെ രാവിലെ വന്ന് ഇങ്ങനെ നിൽക്കണം. എന്ത് രസമായിരിക്കും. മഴയുള്ള സമയങ്ങളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞാൻ ഒരു ദിവസം രാവിലെ നല്ല മഞ്ഞായിരുന്നു ഇവിടെ. ഇരുട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ പേടിയാവും കേട്ടോ. ഇപ്പം തന്നെ എവിടെയെങ്കിലും ഒരു കുഞ്ഞിനെ പോലും കാണാനില്ല. ഏറ്റവും ലാസ്റ്റ് എൻ്റെ എത്താറായി. ഇവിടെയാണ് എൻ്റെ ലാസ്റ്റ്. നല്ല രീതിയിൽ തീയൊക്കെ വീണേക്കുന്നത് ഇവിടെ. തീ വീണതാണോ ഇനി കത്തിച്ചാണോ ഒന്നും അറിയാൻ വയ്യ. ഇവിടെയാണ് എൻ്റെ മെയിൻ സ്ഥലം വരുന്നത്. കണ്ട നോക്കിയാണ്. നമ്മളെ പാരിപ്പള്ളിക്ക് അടുത്ത് ഇത്രയും കിടിലൻ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കണ്ട, ഓ ഇവിടെ സ്ഥലം സമയത്ത് പറയുമ്പോൾ എന്തൊരു കാറ്റാണെന്ന് അറിയാം. നോക്കണി, ഒരു പരുന്ത് പറഞ്ഞു നോക്കണി. ഓയ് ഏതാ വിഷ്ണു? കണ്ട, ഇതാണ് എൻ്റെ ഏറ്റവും ടോപ്പ്. രണ്ട് പരുന്തുകൾ, കൃഷ്ണപ്പരുന്തുകൾ നടന്ന് പറക്കുന്നുണ്ടോ? ഓയ് കൊള്ളാലടാ വിഷ്ണു നടന്ന് പറക്കുന്നത്. ഇത് രണ്ടല്ലടാ, ഒരുപാടുണ്ടാ. ഒരു ദിവസം രാവിലെ ഇവിടെ വരണം നമുക്ക്. ഇല്ലടാ വിഷ്ണു, രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് 6 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. മഞ്ഞ് സീസണൊക്കെ ആകുമ്പോഴത്തേന് കറക്റ്റ് 6 മണിക്ക് നമുക്ക് ഇവിടെ എത്തണം കേട്ടോ വിഷ്ണു. തിരിച്ചിറങ്ങിയാണ്. അവർ ഏകദേശം അരമണിക്കൂറോളം നമ്മളവിടെ ഇരുന്ന് നല്ല കാറ്റ് തുടങ്ങി സമയമായപ്പോഴത്തേന്. അതിൻ്റെ മറു സൈഡ്, നമ്മൾ ആ ഇരുന്നതിൻ്റെ തൊട്ടപ്പുറ സൈഡ് തന്നെ കണ്ട. അങ്ങനെ നമ്മൾ വല്ലഭം കൊന്നവ കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഓക്കെ, താഴെ ചെന്നിട്ട് കാണാം. പറ്റുമെങ്കിൽ ഒരു സോഡ ആരെങ്കിലും മേടിച്ച് കുടിക്കുക.